ഇന്ന് കുക്കറിൽ എളുപ്പത്തിലൊരു ബീഫ് റോസ്റ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ അടിയിലൊന്നും പിടിക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ചുവന്നുള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മസാലപ്പൊടികളും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് വെളിച്ചെണ്ണയും വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്കിതിനെ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ആ സംഭവം അവിടെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ചുവന്നുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ബീഫ് കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ബീഫ് റോസ്റ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ.